പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ തളർന്നു പോയവരെ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവർ, അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ദൈവതരെ, ഈ ആശീർവാദ സമയം നിന്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ, നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവ ആഭിമുഖ്യത്തിലും ആത്മബന്ധത്തിലും വളരുന്നതിന് വേണ്ടിയുള്ള ചില ടിപ്സുകളൊക്കെയാണ് എൻ്റെ കൊച്ചു ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ളതും ഉള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ മറ്റുള്ള നിങ്ങളെ ശ്രദ്ധിച്ച് കാണും, വേറെ വിശുദ്ധന്മാരെയോ അല്ലെങ്കിൽ വേറെ മനുഷ്യരുടെ അനുഭവങ്ങളൊന്നും അങ്ങനെ പറയാറില്ല. അപ്പോൾ എൻ്റെ ബോധ്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ ബോധ്യങ്ങളിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളും അത് കേട്ട് ആധ്യാത്മ ജീവിതം നമ്മൾ പറയുന്ന ഭക്തജീവിതം അല്ല, അതിൻ്റെ അപ്പുറത്ത് ദൈവമായിട്ട് ആധ്യാത്മ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്
ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവം തന്നെയാണ്, നമ്മളല്ല. ശരിക്കും ഇപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിൽ പല ആൾക്കാരും പ്രാർത്ഥന ചെയ്തെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നാട്ടുപ്രാർത്ഥനാ ജീവിതം എന്ന് പറയണത് സന്യസ്തരുടെ പ്രാർത്ഥന, സാഷ്ട്ര പ്രാർത്ഥനാ ജീവിതമല്ല. നാട്ടുപ്രാർത്ഥനാ ജീവിതം എന്ന് പറയണത് നാട്ടുകാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർക്കാണ് അവിടെ പ്രാധാന്യം. അവിടെ ദൈവത്തിന് വലിയ പ്രാധാന്യമില്ല. എന്നാൽ അവർക്ക് അവർ വിചാരിക്കുന്ന കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പ്രാർത്ഥന കുറക്കുന്നുണ്ടല്ലോ. ശരിയല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കുറക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ആ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾക്കാണ് പ്രാധാന്യം എന്നാണ് എൻ്റെ അർത്ഥം. ദൈവത്തിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. അപ്പം അത് എപ്പോഴും ഇതിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ, നാട്ടുപ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അപകടം അത് തന്നെയാണ്. കാര്യം ദൈവത്തിന് ഈ ഉടായിപ്പ് അറിയാം. കാര്യം നിങ്ങൾ അനുഗ്രഹം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കള്ളന്മാർ ചവിട്ടും എന്നൊക്കെ അറിയാം. അപ്പം ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതൊരു വല്ലാത്തൊരു ട്രാജഡിയാണ്. യോഹന്നാൻ 2:24 യേശുവാകട്ടെ അവരിൽ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം സർട്ടിഫിക്കറ്റ് അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാവുന്നു. അതുകൊണ്ട് തന്നെയാണ് പല പ്രാർത്ഥനകൾക്കും ദൈവത്തെക്കാൾ പ്രാധാന്യം നമ്മൾക്ക് വരുന്നുണ്ട്. ഇനി ഇതിനെ അട്ടിമറിക്കാൻ, ഇതിനെ അതിജീവിക്കാനുള്ള മാർഗം ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിനാണ് പ്രാധാന്യമെന്നുള്ളത് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതിനെന്ത് ചെയ്യുമെന്ന്. അതിനൊരു ചെറിയ ടിപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ യാതൊരുവിധ പേയ്മെൻറ്റും പ്രതീക്ഷിക്കാതെ ഒത്തിരിയേറെ അധ്വാനങ്ങൾ ഈ വിഷയത്തിൽ ഒത്തിരിയേറെ ഈ വിഷയത്തിൽ വിശ്വാസങ്ങൾ നിക്ഷേപിക്കണം. പേയ്മെൻറ്റോ ഇൻട്രസ്റ്റോ ഒന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്കിന്ന്, അതായത് പ്രത്യുപകാരമോ പ്രതിഫലം പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലെ കുറേ വിശ്വാസ നിക്ഷേപങ്ങൾ ജീവിത സാക്ഷ്യമായിട്ടുണ്ടായാൽ പതുക്കെ നിങ്ങളുടെ മൂല്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ വർദ്ധിക്കും. മാതാവിൻ്റെ മധ്യസ്ഥൽ ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്താണ്? അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ സംഭവം ഏതെങ്കിലും നിമിഷം മാനുഷികമായ ഒരു ചാബല്യം കൊണ്ട് തെന്നിപ്പോയാലും അമ്മ മധ്യസ്ഥം നിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ വിഷയത്തിന് കോട്ടം ഉണ്ടാകത്തില്ല. അത് ഗ്യാരണ്ടീഡാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ആ ഒരു ബോധം നമുക്കുണ്ടാവണം. ദാവീദിൻ്റെ ഉടമ്പടിക്ക് അമ്മ ഗ്യാരണ്ടി ഇല്ലായിരുന്നു. എബ്രഹാത്തിൻ്റെ ഉടമ്പടിക്ക് അമ്മ ഗ്യാരണ്ടി ഇല്ലായിരുന്നു. മോസസിൻ്റെ ഉടമ്പടിക്ക് അമ്മ ഗ്യാരണ്ടി ഇല്ലായിരുന്നു. അത് കാരണം കുറേ കുഴപ്പങ്ങൾ ഉടമ്പടിക്ക് സംഭവിച്ചു. എബ്രഹാത്തിന് 25 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. സമയത്ത് സ്വാധീനിക്കുന്ന കണ്ടന്റ് അതിനകത്തില്ലായിരുന്നു. എബ്രഹാത്തിനോട് ഉടമ്പടി ചെയ്തിട്ട് 25 കൊല്ലം കഴിഞ്ഞല്ലേ കുഞ്ഞ് ജനിച്ചത്, ഇല്ലേ? മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ ഈ 24 വയസ്സുള്ള വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് ആ മാസം തന്നെ ഒരു പ്രഗ്നൻ്റ് ആകണത്? ടൈമിൻ്റെ കണ്ടൻറ്റാണ് സംഭവം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ മക്കൾ ഇത് വെറുതെ ചുമ്മാ ഒരു അനുഷ്ഠാനക്രിയ പോലെ എടുക്കരുത്. ഇന്ന് നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ ദൈവിക ഇടപെടലിൻ്റെ ഒരു സുവിശേഷ രക്ഷാകര സംവിധാനമാണിത്. അപ്പോൾ അത് വളരെ ഇതിനെക്കുറിച്ച് കുറച്ച് പഠിക്കണം. എപ്പോഴും ഉടമ്പടി ധ്യാനം പഴയതൊക്കെ നോക്കി കൂടിക്കൊണ്ടിരിക്കണം. കാരണം ഓരോ കാലത്ത് ദൈവം ഓരോ കാര്യമല്ല അപ്ഡേഷൻ ചെയ്യണത്. അപ്പോഴേ എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഇങ്ങനെ സംഭവിച്ചാൽ, ഉടമ്പടി ചെയ്താൽ എന്താണ് ആ ഉടമ്പടിയുടെ ആ ദിവസം മുതൽ എന്താ സംഭവിക്കണത്? അതായത് ഇപ്പം നോക്ക്, അത് ശ്രുതിക്കട്ടെ മക്കളെ. യേശു സ്വസ്ഥ 13 1 സാമുവേൽ 16:13 വായിച്ചോളൂ. ശ്രദ്ധിക്കട്ടെ. അന്നു മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. ഒന്ന് പറഞ്ഞേ. അന്ന് മുതൽ 1 സാമുവേൽ 16:13 അന്ന് മുതൽ കർത്താവിന്റെ ആത്മാവ് ശക്തമായി ദാവീദിൽ ആവസിച്ചു. അപ്പൊ ഇതൊരു പ്രധാന ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? അഭിഷിക്തരായി കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ ആവസിച്ചു എന്നല്ല ബൈബിൾ പറയണത്. പിന്നെന്താണ്? ശക്തമായി ആവസിച്ചു, അല്ലേ?
ശക്തമായി ആവശ്യിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല വിശ്വാസിയാണെങ്കിൽ ആത്മാവിൻ്റെ ആവശ്യം എപ്പോഴും ഉണ്ടാവും. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ വിശുദ്ധിയുള്ള വിശ്വാസിയാണെങ്കിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ആവശ്യപ്പുണ്ടാവും. പക്ഷേ ഒരു പർട്ടിക്കുലർ ഈവൻറ്റിന് വേണ്ടി നമ്മൾ പ്രത്യേക ശക്തീകരണം നടത്താൻ വേണ്ടിയാണ് ഉടമ്പടി നമ്മൾ ചെയ്യണത്. അപ്പോഴെന്നാ പറഞ്ഞത്? ശക്തമായി ആവശ്യിക്കും. അതാണ് വിഷയം. അതാണ് 1 സാമുവേൽ 16:13 അന്ന് മുതൽ പറഞ്ഞ് അന്നു മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവശ്യിച്ചു. ഈ ഉടമ്പടിയോടുകൂടി ശക്തമായ ഒരു ആവശ്യപ്പാണ് വരണത്. ദൈവത്തിൻ്റെ സാന്നിധ്യവും അതുപോലെ ആത്മാവിൻ്റെ ആവശ്യപ്പും. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാൻ നിങ്ങൾക്ക് സുവിശേഷ അഭ്യാസങ്ങൾ നൽകിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? കർത്താവിൻ്റെ ആവശ്യത്തിൽ നിങ്ങൾ നിൽക്കാനും വളരാനും വേണ്ടിയാണ് കർത്താവിൻ്റെ വചനം. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ കണ്ടു അല്ലേ? ഞാൻ കാരാഗ്രഹവാസിയായി നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ആരാണ്? കർത്താവിൻ്റെ വചനമാണ് നമ്മൾ നിറവേറ്റുന്നത്. എന്തിനാണ്? നമുക്ക് ലഭിച്ച ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകരുത്. അതിനെ ഊതിക്കത്തിച്ചുകൊണ്ടേ ഇരിക്കണം. മനസ്സിലായി? അത് ഊതിക്കത്തിച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം ദൈവകൃപകളുടെ എല്ലാത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഊതിക്കത്തിക്കൽ. 1 തിമോത്തി 2:6 ഈ ഊതിക്കത്തിക്കലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 2 തിമോത്തിയ ലേഖനത്തിലെ 1:6 വായിച്ചോളൂ. എന്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. അതായത് എൻ്റെ കൈവപ്പിലൂടെ നമുക്ക് കൂദാശകളിലൂടെ ലഭിക്കുന്ന ദൈവിക വരമാണ്. കൈവപ്പെല്ലാം വരണ എവിടെയാണ്? കൂദാശകളല്ലേ? സക്രമെൻ്റൽ ഗ്രേസാണ്. ഈ സക്രമെൻ്റൽ ഗ്രേസിന് നമ്മൾ എന്ത് ചെയ്യണം? കൂദാശയില്ലേ? ജ്ഞാനസ്ഥാനമുണ്ട്, അതുപോലെ തന്നെ സ്ഥൈര്യലേപനമുണ്ട്, വിശുദ്ധ കുർബാന. പിന്നെ കയ്യൊപ്പുണ്ടാകുന്ന ഓരോ ഫണ്ടമെൻ്റൽ സക്രമെൻ്റൽ ഗ്രേസ് ഉണ്ട്. ഇത് സക്രമെൻ്റൽ ഗ്രേസ് നമുക്ക് കുർബാന കൂടുമ്പോഴും നമ്മൾ ഉജ്ജ്വലിപ്പിക്കുകയാണ് ചെയ്യണത്. ഈ കൈവപ്പിലൂടെ ലഭിക്കുന്ന ദൈവിക വരത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഊതിക്കത്തിക്കണം ഇല്ലേ? ഈ ഊതിക്കത്തിക്കണം എങ്ങനെയാണ്? അവൻ പറയണ പോലെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഊതിക്കത്തിക്കണം, അല്ല വേറൊരു കയ്യൊപ്പെടുത്തോണ്ടല്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ സക്രമെൻ്റൽ ഗ്രേസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, കൗദാശിക വരപ്രസാദം. ഈ കൗദാശിക വരപ്രസാദമാണ് കൈവപ്പിലൂടെ ലഭിക്കുന്നത്. അതാണ് 2 തിമോത്തി 1:6 എന്ന് പറഞ്ഞ് എൻ്റെ കൈവപ്പിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ദൈവിക വരം ഊതിക്കത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ when you are doing the mission work, actually what you are doing, you are fanning the flames the grace. അതായത് നിങ്ങൾ ഒരു മിഷൻ വർക്ക് ചെയ്യാൻ എന്ത് അവൻ പറയണ പോലെ ചെയ്യാൻ നിങ്ങൾ ചെയ്യണത് എന്താണ്? കർത്താവിനെ അറിയാത്ത അറിയിക്കുന്നു, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു. അതിനുവേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് പോയി നിങ്ങൾ ചെയ്യണത് എന്താണ്? കൃപാസന പത്രം കൊടുക്കുകയാണ്. ഞാൻ പണ്ടും പറയുമായിരുന്നു പത്രം കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ച് കൊടുക്കണമെന്ന്. എന്താ കാര്യം? അത് ഗ്രേസ് ഫോസ്റ്റർ ചെയ്യുന്ന ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഈ സിനിമക്കാർ അല്ലെങ്കിൽ ഈ ചില ഓണത്തിന് പരിപാടിയൊക്കെ നടത്തുന്ന ക്ലബ്ബുകാർ നോട്ടീസ് കൊടുക്കത്തില്ലേ? അതുപോലെ വല്ലവൻ്റെയും പെടലിക്കൊണ്ട് ചാണ്ടിയിട്ട് എത്രയും ഇനി എത്ര പത്രമുണ്ട്, ഇനി 7, ഇന്ന് 7 വിട്ട് എവിടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ട്, ഇനി എത്ര പത്രമുണ്ട്, 4. ഇങ്ങനെ കൊടുക്കുന്ന കുറേ പരിചാരികളുണ്ട്. അവിടെ കാര്യത്തിൽ ഇറക്കാൻ ഒരു തീരുമാനമായിട്ടുണ്ട്. നിങ്ങൾ ഇതൊരു മിഷനാണിത്, ഫാനിൻ്റെ ഫ്ലെയിംസാണ്. ഒരു പത്രം കയ്യിൽ നിന്ന് വിടുമ്പോൾ 10 പ്രാർത്ഥനയും കയ്യിൽ നിന്ന് പോകണം. കർത്താവേ, ഞാൻ പത്രം കൊടുക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ, പക്ഷെ അവരത് വായിക്കണം. അത് വായിച്ചാൽ മാത്രം പരീക്ഷയെ അവർ നിന്നെ തിരക്കി വരണം, നിന്നെ അറിയണം. കർത്താവെ, നിന്നെ അറിയിക്കാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ എന്നെ ഉപകരണമാക്കണമേ. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ നിമിഷം വരെ നമുക്ക് കിട്ടിയിട്ടുള്ള വെളിപാടുകൾ എന്താണ്? നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിച്ച ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള വാഗ്ദാനം നമ്മൾ ഫാനിൻ്റെ ഫ്ലെയിംസ് ഊതിക്കത്തിക്കുകയാണ് ചെയ്യണത്. എന്തിലൂടെയാണ്? ഉപവിപ്രവർത്തനങ്ങളിലൂടെ. ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതൊരിക്കലും ഒരു കേവല പ്രാർത്ഥന കൊണ്ട് അത് വർക്ക് ചെയ്യത്തില്ല. അത് ചില വിശ്വാസ വീരന്മാരൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ, കാര്യം ഇത് 80% പ്രേക്ഷിത പ്രവർത്തനമാണ്. കർത്താവ് പറഞ്ഞതുപോലെ നടപ്പിൽ വരുത്തുന്ന പ്രാർത്ഥനയാണത്. അതിപ്പം ഞങ്ങൾ ഒരു നോട്ട് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ നിങ്ങളത് നിങ്ങളുടെ രീതിയിൽ കർത്താവിൻ്റെ മനസ്സ് റീഡ് ചെയ്തുകൊണ്ട് അതൊന്ന് പൊലിപ്പിക്കണം നല്ലതാണ്. കർത്താവിൻ്റെ മനസ്സെന്താ പറയണത്? നിങ്ങളോട് 1 മൈൽ പോകാൻ ആവശ്യപ്പെടുന്നതിൻ്റെ കൂടെ നിങ്ങൾ 2 മൈൽ പോകണം. 2 കൂടി മേലെങ്കിൽ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് നിങ്ങൾ
മേലെങ്കിൽ കൂടി വിട്ടുകൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന വിഷയങ്ങൾ അത് കൂടുതൽ കർത്താവിൻ്റെ നാമത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അതൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് കുറേ ഇപ്പോൾ വസ്ത്രം കൊടുക്കുക, രോഗികളെ പോയി കാണുക, അവരെ സഹായിക്കുക, അവരെ കുളിപ്പിക്കുക, പ്രായമുള്ളവരെ കുളിപ്പിക്കുക. ഇപ്പോൾ മണമൊക്കെ വിളിച്ചിരിക്കില്ല. ഇപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ ഞങ്ങൾ കുർബാനയൊക്കെ കൊടുക്കാൻ വേണ്ടി വീടുകളിലൊക്കെ വരുമ്പോഴേ അവിടെ അപ്പോൾ ഒരു ആണ്ടായിട്ട് കുളിക്കാത്തവരെ കണ്ടിട്ടുണ്ട്. ഒരു ആണ്ടായിട്ട് അവിടെ വീടൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും, സൂപ്പറായിരിക്കും. അപ്പനും അമ്മയൊക്കെ ഏതെങ്കിലും അറിയാത്ത എവിടെയെങ്കിലും കൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഈ സൂക്ഷിച്ചിരിക്കുക. അവിടെ ചുമയും പിന്നെ അവിടെ അമ്പക്കൊക്കെ വീട്ടുമുറ്റത്ത് വരാതിരിക്കാൻ വേണ്ടി അവരെവിടെയും കൊണ്ട് ഇവർ അഡ്ജസ്റ്റ് ചെയ്യും. അവർ ചിലപ്പോൾ നോക്കും, ചിലപ്പോൾ നോക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെ കിടക്കുമ്പോൾ അവരവിടെ മണം വെക്കും. അപ്പം അങ്ങനെ എന്നാലും മരിക്കാൻ നേരത്ത് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകില്ല കുർബാന കൊടുക്കാനും കുമ്പസാരിപ്പിക്കാനൊക്കെ. അപ്പോഴൊക്കെ വാ പൊളിപ്പിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുടുംബത്തിൽ ഉണ്ടാകും, തറവാട്ടിലുണ്ടാകും. ഒന്നാമത് ഇപ്പോൾ ആളൊക്കെ കുറവല്ലേ, പണ്ടത്തെ പോലെ ആളൊന്നുമില്ലല്ലോ. ഉള്ള കുഞ്ഞുങ്ങൾ കളിച്ച് പോവും, ചിലപ്പോൾ ഒരാളായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴേ ഇത് നമ്മളുടെയൊക്കെ ഒന്ന് ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ നിങ്ങൾക്ക് മാനസികമായ ഒരു ഒരുക്കം വേണം. ഉടമ്പടി എപ്പോഴും മാനസിക ഒരുക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അഭിഷേകം കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഉടമ്പടി അങ്ങനെ ഒരു വിഷയം ലക്ഷ്യം വെക്കുന്നുണ്ട്. കാര്യം നിങ്ങൾക്കിന്ന് ചെയ്യത്തില്ല, അറപ്പാണ്, നിങ്ങൾക്കിന്ന് ആരോഗ്യമില്ല, പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ദൈവതിരുസന്നിധി സമർപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കിത് ചെയ്യാനുള്ള പ്രത്യേക കരുത്ത്, പ്രത്യേക ധൈര്യം, പ്രത്യേക അഭിഷേകം, പ്രത്യേക അഭിവാഞ്ചയൊക്കെ തരും ദൈവങ്ങൾക്ക്. ഈ മനസ്സ് മാറ്റമെന്ന് പറയണത് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, മനസ്സാണ് പ്രോബ്ലം. അവിടെ മനസ്സാണ്. ചിലപ്പോൾ ഈ കിടക്കുന്ന രോഗി നിങ്ങളെ പണ്ട് പാര വെച്ച പാർട്ടിയായിരിക്കും. അവിടെ മക്കളുമായിട്ട് ഒത്തുകൊണ്ട് നിങ്ങളുടെ ശരിക്കും നല്ല പണി ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നാത്തൂനോടായാലും അമ്മായിയപ്പനോടായാലും മരുമനോടായാലും ആരോടായാലും നിങ്ങൾക്ക് ഈ വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ആൾക്കാരെ സഹായിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി ചില സമയത്ത് ഇത്തിരി പാടായിരിക്കും. പക്ഷേ നമ്മൾ ഒരു 2 കിലോമീറ്റർ പോയി ഒരു ആശുപത്രിയിൽ പോയി രോഗിയെ കാണുന്നതിനേക്കാളും ആ സമയത്ത് ഈ ആളെ കുളിപ്പിക്കാൻ പറ്റിയ സംവിധാനം ഉണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കുളിപ്പിക്കാൻ പറ്റിയ സംവിധാനം. പക്ഷേ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചിലർ പറയുന്നത് എനിക്ക് പറ്റത്തില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കും ഉള്ളൊരു കുഴപ്പമാണ്. ഈ രോഗികളെ കുർബാന കൊടുക്കാൻ മുമ്പ് അവർ കുർബാന വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ ഛർദ്ദിക്കും. കാരണം എനിക്ക് ചെറിയ മണം അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചുരുക്കമുണ്ടാകുന്ന ആളാണ്. പക്ഷേ എൻ്റെ ജോലി എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഈശോ അത് വേറെ വിഷയം, എനിക്കെന്ത് സംഭവിച്ചാലും ഞാൻ ചെയ്യും. അത് തീരുമാനമാണത്. ആ തീരുമാനം അത് കാര്യം ഇവർ വർഷങ്ങൾ ഈ കഫം ഇങ്ങനെ തിളക്കുമല്ല, തൊണ്ടേ കിടന്ന് കഫം ഇങ്ങനെ തിളക്കുകയെ. നിങ്ങൾക്ക് വല്ലപ്പോഴും ഒരു രോഗിനെ കണ്ടാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവൻ കാണണ്ടേ. അപ്പോൾ എത്രയോ രോഗികളെ കാണും. അപ്പോഴേ കഫം തിളച്ച ഈ പഴയ കഫമല്ലേ, പഴയ കഫം 10-16 ദിവസമൊക്കെ പഴക്കമുള്ള കഫം തൊണ്ടേന്ന് പറഞ്ഞാൽ ബാക്ടീരിയയും അണുക്കളുമായിട്ടൊക്കെ ഇരിക്കണം. ഈ ആൾക്കാർക്ക് നമ്മൾ കുർബാന കൊടുക്കാൻ പോണത്. അതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ മുറി കയറുമ്പോൾ തന്നെ നമുക്ക് തല ചിടിക്കാൻ തോന്നും. പക്ഷേ ഈശോ എന്ന് വിളിച്ചോണ്ട് ആവശ്യമല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെയൊക്കെ ഇതിനൊക്കെ ഒരു അഭിഷേകമുണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ ഈശോ നമ്മുടെ ഹാർട്ട് ചേഞ്ച് ചെയ്യും. ബൈബിളെല്ലാം എല്ലാം ചേഞ്ച് ചെയ്യണതാണ്. ഈ ഉടമ്പടിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാം ചേഞ്ച് ചെയ്യും, എല്ലാ വിഷയവും ചേഞ്ച് ചെയ്യും. അതായത് സ്ഥലം മാറും, അതുപോലെ തന്നെ സിറ്റുവേഷൻസ് മാറ്റിത്തരും, പിന്നെ സമയം മാറ്റിത്തരും, പിന്നെ വേണമെങ്കിൽ ഹൃദയവും മാറ്റിത്തരും. ഈ ഉടമ്പടിയുടെ ഒരു രീതി അതാണ്. ദൈവമായിട്ട് നിങ്ങൾ ഇടപെട്ടാൽ ഇപ്പോൾ എന്താ പറയണത്? ഇപ്പോൾ എസെക്കിയലില്ലേ, എസെക്കിയൽ ലേഖനം 36:26 വായിച്ചേ. പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. ഈ ശിലാഹൃദയം, എസെക്കിയൽ പറയുന്ന ശിലാഹൃദയമില്ലേ, ഇറ്റ് ഈസ് നോട്ട് എ റോക്കി ഹാർട്ട്. എനിക്ക് പറയുമ്പോൾ തോന്നിയിട്ടുള്ള ഇറ്റ് ഈസ് കണ്ടീഷൻഡ് ഹാർട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കല്ല് വെച്ച ഹൃദയം എന്ന് പറയുകയല്ലേ, കല്ല് വെച്ച ഹൃദയത്തെക്കാൾ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഹൃദയം. ചില ആൾക്കാരുടെ ഹൃദയം ചില വിഷയങ്ങളോട് കണ്ടീഷൻഡ് ആയിട്ടുള്ള, അവർ അതിൻ്റെ അപ്പുറത്തൊന്നും ചെയ്യത്തില്ല, അവർ മുൻവിധിയോടുകൂടി അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഈ അവസ്ഥാന്തരപ്പെട്ടു പോയിട്ടുള്ള അവസ്ഥയുണ്ടാവും. ഇതൊരു കണ്ടീഷൻഡ് ഹാർട്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു റോക്കി ഹാർട്ട്. അതായത് അവസ്ഥാന്തരപ്പെട്ടു പോയ, അതായത് ചില ആൾക്കാർക്ക് എന്താണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആധ്യാത്മിക വിജയത്തിൻ്റെ, ആധ്യാത്മിക പരാജയത്തിൻ്റെ, ദൈവാഭിമുഖ്യ പരാജയം എന്താണെന്ന് ചോദിച്ചാൽ അത് കണ്ടീഷൻഡ് ഹാർട്ടാണ്. കണ്ടീഷൻഡ് ഹാർട്ട് എന്ന് വെച്ചാൽ
അവസ്ഥപ്പെട്ടു പോയ, ഇപ്പോൾ കോൺക്രീറ്റ് എന്നൊക്കെ പറയല്ലേ, കോൺക്രീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഉറച്ചു പോയ ഹൃദയം. ഇപ്പോൾ ചില കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുൻവിധിയോട് കൂടി ഉറച്ചു പോയ ഹൃദയം ഉണ്ടാകും. അത് ശരിയാകല്ലേ, എന്നെക്കൊണ്ട് പറ്റത്തില്ല, അത് എനിക്ക് ശരിയാകത്തില്ല. ഈ കണ്ടീഷൻ്റെ സ്വഭാവം എല്ലാത്തിലും ഉണ്ട്. ഭക്ഷണത്തിലുണ്ട്, രുചിഭേദങ്ങളിലുണ്ട്, വസ്ത്രങ്ങളിലുണ്ട്. അതിട്ടാൽ എനിക്ക് ശരിയാകത്തില്ല, അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിട്ടാൽ ശരിയാകത്തില്ല, എൻ്റെ കോൺഫിഡൻസ് പോകും. ആ ചെരുപ്പിട്ടാൽ എൻ്റെ കോൺഫിഡൻസ് പോകുമെന്ന് പറയത്തില്ലേ. അപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പൊട്ട് കുത്തണ സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് പൊട്ടില്ലാതെ വന്നാൽ അവർക്ക് തുണി എടുക്കാത്ത പോലെ തോന്നും അവർക്ക്. അല്ലാതെ അതാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ഈ സംഭവം. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് കൊണ്ടുവരികയാണ്. മനസ്സിലായില്ലേ? ഒരു ചെറിയ പൊട്ട് കുത്തണ സ്വഭാവം ഉണ്ട് പണ്ട് പോലെ. അന്ന് ആ സമയത്ത് തിരക്കത്തിൽ ആ സംഭവം ഡെപ്പി കണ്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം വരെ ആ യാത്ര തീർന്ന് തിരിച്ചു വരുമ്പോഴും എന്തോ കുഴപ്പമുണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് കണ്ടീഷൻ ഹാർട്ട് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ ഈ മേഖലകൾ ഉടമ്പടിയുടെ പരിഗണന വരുന്ന ഒരു സബ്ജക്റ്റാണിത്. അതായത് നമ്മളുടെ പരാജയങ്ങളുടെ എല്ലാം ഒരു പരിധിവരെ കാരണം ഈ കണ്ടീഷൻ ഹാർട്ടാണ്. അവസ്ഥാന്തരപ്പെട്ടു പോയ മാനസിക അവസ്ഥകൾ, എനിക്കത് പറ്റത്തില്ല എന്ന് തോന്നുന്നത്, എനിക്കത് പറ്റത്തില്ല. ബിബിൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, അവൻ ചിന്തിച്ച് ഉടമ്പടി എടുക്കുന്നവരെ അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണ്? എനിക്ക് അരിയർ എഴുതാൻ പറ്റത്തില്ല, 22-24 അരിയർ ഞാനിങ്ങനെ എഴുതും. ബിടെക്കിന് 24 പേപ്പറുണ്ടേ, കുടിശ്ശിക എഴുതി കിട്ടിയിട്ടില്ല. ഇപ്പോൾ 1-2 സബ്ജക്റ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ മനസ്സിലിരിക്കണതാണ്, ഞാൻ എഴുതിയ നല്ലപ്പോൾ എഴുതിയിട്ട് കിട്ടിയില്ല, ഇപ്പോൾ ടച്ച് വിട്ട് പോയില്ല, എൻ്റെ ടച്ച് വിട്ട് പോയില്ല. അപ്പോൾ എൻ്റെ ടച്ച് വിട്ട് പോയി, ഇംഗ്ലീഷിൽ ടച്ച് വിട്ട് പോയി, എൻ്റെ സ്പീക്കിങ്ങിന് ടച്ച് വിട്ട് പോയി, റൈറ്റിങ്ങിന് ടച്ച് വിട്ട് പോയി, വായിക്കാനോ ടച്ച് വിട്ട് പോയി. അപ്പോൾ ഈ ടച്ച് വിട്ട് പോയെന്ന് പറഞ്ഞാണ് കുഴപ്പം മുഴുവനും. ഈ മേഖലയാണ് ശിലാഹൃദയം എന്ന് പറയുന്നത്. നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ടച്ച് വിട്ട് പോയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതാണ്ടിരിക്കണത്, അവസാനിപ്പിക്കണത്. ഇനിയിപ്പോൾ കെട്ടിയാൽ ശരിയാകത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ കെട്ടിയാൽ ശരിയാകത്തില്ല, 37 വയസ്സായില്ലേ, എന്നാത്തിന് കെട്ടാനാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കണ്ടീഷനായി പോകണം. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, ഏതവസ്ഥയിലും ഉടമ്പടിക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റും, നിൻ്റെ മനസ്സ്. അതാണ് പറയുന്നത്, നിൻ്റെ ഹൃദയത്തിൽ നിന്ന്. 36-26 വായിച്ച്, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. ഇപ്പൊ ചില ആൾക്കാർ പറയും, എൻ്റെ അച്ഛൻ ഞാൻ 12 കച്ചവടം ചെയ്ത് 12 കൊത്തുപാള എടുത്ത് ഇനി ഞാൻ കച്ചവടം എന്ന് പറഞ്ഞ് വരത്തില്ലെന്ന് പറയും. അതാണ് ടച്ച് വിട്ട് ഹൃദയം ശിലാഹൃദയമായിപ്പോയി. പരാജയപ്പെട്ട് ശിലാഹൃദയമായതാണ്. ഇനി പറ്റത്തില്ലെന്ന് പറയണില്ലേ? ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. ചില ആൾക്കാർ ഗവൺമെൻറ് ടെസ്റ്റൊക്കെ അവസാനിപ്പിച്ചല്ല, കുറേ എഴുതി തോറ്റ്, ഇനി എന്ത് കിട്ടാനാണ്? ഇത് എൻ്റെ മക്കളൊരു കാര്യം പറഞ്ഞത്, അതായത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഓരോരോ കാര്യത്തിൽ പരാജയങ്ങൾ വാങ്ങിച്ച് നമ്മുടെ ആത്മവിശ്വാസം പോയി നമ്മളിങ്ങനെ ടച്ച് വിട്ട് പോയിട്ട് നമ്മൾ ഇൻട്രോവേർട്ടായി പോകും അവസാനം. ഈ വിഷയമാണ് നിന്നെ ദൈവം വന്ന് വിളിക്കണത് ഉടമ്പടിയിലൂടെ. കാര്യം ഇതാണ്, ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യണതല്ല. നീ ടച്ച് വിട്ട് പോയെന്ന് പറഞ്ഞാൽ നീ മുഴുവൻ നിൻ്റെ പരാതികളും ആത്മവിശ്വാസം കുറഞ്ഞു പോയി, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയണത്. എന്താണ് നീ പറയണത്? എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്നല്ലേ പറയണത്, അല്ലേ? ദാറ്റ് മീൻസ് മെറിറ്റില്ലെന്ന് എൻ്റെ അർത്ഥം. എൻ്റെ മെറിറ്റിൽ ഇത് വർക്ക് ചെയ്യത്തില്ലെന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ ഉടമ്പടി എന്താ പറയണത്? നിൻ്റെ ഗ്രേസിൽ ഇത് വർക്ക് ചെയ്യുമെന്ന്. ഗ്രേസ് വർക്ക് ചെയ്യണേ എങ്ങനെയാണ്? വരപ്രസാദം മെറിറ്റ് പോട്ടാ. മെറിറ്റിൻ്റെ കാര്യം പറഞ്ഞത്, നിൻ്റെ ശിലാഹൃദയം മെറിറ്റിൽ മാത്രം ആശ്രയിച്ച് പരാജയപ്പെട്ട് ഇനി മുന്നോട്ട് പോകാൻ നിവർത്തിയില്ലെന്ന് പറയുന്ന നിൻ്റെ ശിലാഹൃദയം ഞാൻ ഉടമ്പടിയിലൂടെ എടുത്തു മാറ്റും. പകരം എന്ത് തരും? മാംസളമായ ഹൃദയം തരുമെന്ന്. ഗ്രേസ്ഫുൾ ഹാർട്ട്, വരപ്രസാദം നിറഞ്ഞ ഒരു ഹൃദയം നിനക്ക് തരും. എന്തിനെന്നറിയാവോ? ഇത് നിനക്ക് ദൈവത്തെ സ്നേഹിക്കാനുള്ള ഹൃദയമാണ്, ചെയ്യാനുള്ള ഹൃദയമല്ല. ചെയ്യണത് ആരായിരിക്കും? ദൈവമായിരിക്കും. നീ ആയിരിക്കും ഇതിൽ ചെയ്യണത്. ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും ദൈവത്തിനെ പ്രണയിക്കാനും ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനും വേണ്ടി ഒരു പുതിയ ഹൃദയമാണ് നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ തരണത്. പക്ഷേ നിനക്ക് വേണ്ടി ചെയ്യണതാരായിരിക്കും? അത് ദൈവമായിരിക്കും. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതെന്തുകൊണ്ടാണ്? ദൈവം നമുക്ക് വേണ്ടി നിലകൊള്ളും. പാസ്പോർട്ട് ഓഫീസിലായാലും ഞാൻ നിന്നെ റെക്കമെൻഡ് ചെയ്യുമെന്ന് പറയത്തില്ലേ? ഞാൻ നിന്നെ റെക്കമെൻഡ് ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടി നിലകൊള്ളും. അത് എവിടെയാണ്? സ്ഥലവളവിൻ്റെ സ്ഥലത്തായാലും ശരി, ഭാഗ ഉടമ്പടി ആയാലും ശരി, ഒരാൾ വന്ന് നിൽക്കും. നീ ഉടമ്പടി ചെയ്യുമ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യാം, നിനക്ക് വേണ്ടി നിലകൊള്ളാൻ വേണ്ടി ഒരാൾ വരും. 36:9 അങ്ങനെ ഒരു വചനമുണ്ട്. ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഒന്ന് പറഞ്ഞേ, ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. അതായത് എവിടെ ചെന്നാലും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഒരാൾ. ഈ ആളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഹൃദയം കോഗുലേറ്റ് ചെയ്യണത്.
എങ്ങനെയാണ്? ഉരുക്കിയെടുക്കും. എപ്പോഴും നിങ്ങൾ ദൈവത്തോട് പറയണം, ഈശോയെ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ഹൃദയം നിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ തരളിതമാക്കാൻ പ്രാർത്ഥിക്കണം. പതുക്കെ അങ്ങനെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു. അല്ലാതെ നിങ്ങളെപ്പോഴും എൻ്റെ IRTs ചെയ്യിപ്പിക്കണേ, വസ്തു വിൽക്കണേ, പെണ്ണ് കെട്ടിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അലബലാദി ക്രിസ്ത്യാനികൾ എപ്പോഴും പറഞ്ഞ് ആകുലപ്പെട്ടിക്കണ പോലെ ചെയ്യരുത്. വി മസ്റ്റ് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ആൻഡ് പ്രൈമറി ചാൻസ് ടു ജീസസ്. നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ചിന്തിക്കണം. ബാക്കിയെല്ലാം ഇങ്ങനെ ചേർത്ത് നൽകുന്ന കാര്യങ്ങളല്ലേ. പലപ്പോഴും എനിക്ക് നിങ്ങളുടെ ആധ്യാത്മിക വളർച്ചയിൽ ഒരു ചെറിയ പിന്നെപ്പോക്ക് വരണത് അതായത് അതിൻ്റെ കാരണം യു ആർ മോർ കോൺഷ്യസ് അബൌട്ട് മെറ്റീരിയൽ ഡിമാൻഡ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ആവശ്യങ്ങളെക്കുറിച്ച് ഓവറായിട്ടുള്ള വറിയാണ്. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് വറി ചെയ്യുക. ഉടമ്പടിയിൽ ഒത്തിരിയേറെ ചെയ്താൽ തീരാത്തത്രയും സുവിശേഷ വേലകളും നമ്മൾ എളിമപ്പെടുത്തുന്ന സുവിശേഷ വേലയും ദൈവത്തെ മുൻനിർത്തി മാത്രം ചെയ്യാൻ പറ്റണ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉടമ്പടിയിൽ, അല്ലേ? നമ്മൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് അച്ഛൻ വൈ ഐ ആം ഗീവിങ് മോർ ഇമ്പോർട്ടൻസ് ടു ദിസ് കൈൻഡ് ഓഫ് മിഷണറി വർക്ക്സ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താ പ്രാധാന്യം കൊടുക്കണമെന്ന് അറിയാമോ? അപ്പോൾ നിങ്ങൾ പറയും, അച്ഛാ എനിക്ക് 4 കോടി കടവാണ്, ഞാൻ ഈ 15 നടന്ന് അവിടെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കടമാർ വരവാണ്, എൻ്റെ കടക്കാർ വന്ന് എൻ്റെ പിഴയ്ക്ക് പിടിക്കത്തില്ലേ? ഞാൻ കടം അന്വേഷിക്കാനുള്ള കാര്യങ്ങൾ തിരക്കിയല്ലേ പോകേണ്ടത്? എൻ്റെ മക്കളെ, ഞാനൊരു കാര്യം നിങ്ങൾ പറയട്ടെ. ഞാനൊരു 21 ലക്ഷം മനുഷ്യർ എടുത്തിട്ടുണ്ട് കൗൺസിലിംഗ്. എപ്പോഴും ഞാൻ പറയും 21 ലക്ഷം വന്ന്. മേ ബി ഒരു കേരളത്തിൽ അങ്ങനെ ആരും എടുത്തില്ല. എൻ്റെ ജോലി കൗൺസിലിംഗ് ആയിരുന്നു ആദ്യമേ. കുറച്ച് കാലം കഴിഞ്ഞ് ഇടവക വികാരി ആയത് കാരണം ധ്യാനമൊന്നും പുറത്തു പോയി അധികാരം താമസം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന 87 മുതൽ വരാൻ തുടങ്ങിയ ആൾക്കാരെ, 87 മുതലേ. അപ്പോഴെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരുമായിട്ട് 21 ലക്ഷം മനുഷ്യരെന്ന് പറയുമ്പോൾ 2-3 കോടി പ്രശ്നം കാണത്തില്ലേ അവർക്ക്? 2-3 കോടി പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് പരിഹരിക്കണത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ജോലി ചെയ്യും. അതാണ് സംഭവം. എന്താ വെച്ചാൽ ചില സമയത്ത് മെരിട്ട് കൊണ്ട് ഒരു ചുക്ക് നടക്കത്തില്ല. ചില സമയത്ത് മെരിട്ട് കൊണ്ട് ഒരു ചുക്ക് നടക്കത്തില്ല. എന്ന് വെച്ചാൽ മെരിട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ യോഗ്യത കൊണ്ട് ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ ആവശ്യം നമ്മുടെ യോഗ്യതയേക്കാൾ കൂടുതലല്ലേ? മനസ്സിലായില്ല? അത് എപ്പോഴും എൻ്റെ മക്കളത് മനസ്സിലാക്കണം അതിനെക്കുറിച്ച്. അതായത് നമ്മുടെ ആവശ്യം നമ്മുടെ യോഗ്യതയേക്കാൾ കൂടുതലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആവശ്യം നമ്മുടെ യോഗ്യതകൾ കൂടുതലായത് കാരണം ചില കാര്യങ്ങൾ മെരിട്ട് കൊണ്ട് നടക്കത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഗ്രേസ് കൊണ്ടാണ് നടക്കുന്നത്. അതായത് നിങ്ങളുടെ വിഷയം സങ്കീർണമാണെങ്കിൽ അത് മെരിറ്റിൽ നടക്കാത്തൊരു കാര്യമാണ്. മനസ്സിലായ? അത് ഗ്രേസിലേ നടക്കത്തുള്ളൂ. ഞാൻ വളരെ എളിമയോടെ പറയുകയാണ്, ഇതൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ വിഷയം സങ്കീർണമാണെന്ന് വിചാരിച്ചു. ഇപ്പം നിൻ്റെ ഹസ്ബൻഡ് ഒരു സ്ത്രീയുമായിട്ട് ജീവിക്കുക, അതിൽ കുഞ്ഞുണ്ട്, അതിൽ 2 കുഞ്ഞ് നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ വിഷയം നിസ്സാരമല്ലല്ലോ, സങ്കീർണമല്ലേ? ഇല്ലേ? ഇത് നമുക്ക് മെറിറ്റ് കൊണ്ട് ചെയ്യണത് കോടതി പോവുകയൊക്കെ ചെയ്യാൻ പറ്റും. കോടതി പോവുകയോ വരികയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ കാശും പോവും, അവരുടെ കാശും പോവും. കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കും. ഇത് മെറിറ്റിലാണത് ചെയ്യണത്. മനസ്സിലായ? പക്ഷേ ഈ വിഷയം സങ്കീർണമാണ്. ഇത് വിഷയം സങ്കീർണമായാൽ പിന്നെ അത് മെറിറ്റിൽ നടക്കത്തില്ല, ഗ്രേസിലേ നടക്കത്തുള്ളൂ. നിങ്ങൾക്ക് വരുന്ന അബദ്ധം എന്താണെന്നറിയാവോ? നിങ്ങൾ ഈ വിഷയം ഉടമ്പടി ചെയ്തിട്ട് വീണ്ടും മെറിറ്റിൽ നടത്താൻ വേണ്ടി, അതായത് യോഗ്യത അനുസരിച്ച്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കരിബറില്ലേ, അവൻ്റെ കഴിവ്, അവൻ്റെ ബുദ്ധി, അവൻ്റെ സ്വാധീനം, നിയമപരമായ വശം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു കേസിന് പോയി. ഇപ്പോൾ വിഴിഞ്ഞ സമരത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പോയായിരുന്നല്ലോ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ വികസനത്തിന് എപ്പോഴും ഇരകളുണ്ടാവും. ഇരകൾക്ക് വേണ്ടി ആരും നിൽക്കത്തില്ല, സർക്കാരും നിൽക്കത്തില്ല, കോടതിയും നിൽക്കത്തില്ല ചില സമയത്ത്. അതുകൊണ്ടാണ് നമ്മൾ അവകാശ പോരാട്ടത്തിന് പോകേണ്ടി വരേണ്ട കാര്യം അതാണ്. അപ്പോൾ അവകാശ പോരാട്ടത്തിന് മുമ്പ് പോണ മുമ്പ് അവകാശം നമുക്ക് പുനഃസ്ഥാപിച്ച് കിട്ടണം. ഭരണഘടനയിൽ അവകാശം തന്നിരിക്കുന്നത് ജനറലാണ്, അത് പ്രാദേശികമാക്കണം. ദേശീയമായിട്ടാണ് നമുക്ക് അവകാശം തന്നിരിക്കുന്നത്. അത് പ്രാദേശികമായി അനുഭവിക്കുന്ന വിഷയങ്ങളിലേക്ക് കോടതിയെ കൊണ്ട് പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കോടതി പോയത്. അതായത് തുറമുഖം ഉണ്ടാക്കിയതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള ഇരകൾക്കെല്ലാം റെമഡിക്കൽ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു ഭയങ്കര വർക്ക് ചെയ്തിട്ടാണ്, 2.5 കൊല്ലം ആ വർക്ക് ചെയ്തിട്ടാണ് ഇത് കോടതി പ്രസൻറ്റബിൾ ആയത്. അപ്പോൾ കോടതി പ്രസൻറ്റ് ആയപ്പോൾ ഞങ്ങൾ കൗണ്ടർ അഫിഡാവിറ്റ് കൊടുത്തപ്പോഴേ, അഫിഡാവിറ്റ് ഉടനെ ഗവൺമെൻറ്റിനെതിരെയുള്ള കേസ് വന്നത്. ഗവൺമെൻറ് ഷിപ്പിംഗ് കോർപ്പറേഷൻ പോർട്ട് ട്രസ്റ്റ് ആയത് കാരണം പോർട്ട് ട്രസ്റ്റിനെതിരെയും കുറേ 6 പേർക്കെതിരെയാണ് കേസ് വന്നത്. അപ്പോൾ അവർ അഫിഡാവിറ്റ് കൊടുക്കും, ഞങ്ങൾ പറയുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമർത്ഥിച്ചുകൊണ്ട് ഗവൺമെൻറ് അഫിഡാവിറ്റ് കൊടുക്കും. അപ്പോൾ നമ്മൾ കൗണ്ടർ അഫിഡാവിറ്റ് കൊടുക്കണം. കൗണ്ടർ അഫിഡാവിറ്റ് കൊടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു തീരത്ത് ജനിച്ചവരാണ്, തീരമേഖല താമസിക്കുന്നവർ, കടൽ കൊണ്ട് ജീവിക്കുന്നവരാണ് അവർ.
അപ്പോൾ ഞങ്ങൾക്കവിടെ ജനിച്ച സ്ഥലത്ത് സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട്. അതിന് മൗലിക അവകാശം എന്ന് പറയും. റൈറ്റ് ടു ലൈഫ്, മാന്യമായി ജീവിക്കാനുള്ള അവകാശം. അത് ഞങ്ങൾക്കിപ്പോൾ കവർന്നെടുക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് പുനഃസ്ഥാപിച്ച് തരണം. അപ്പോൾ എൻ്റെ വക്കീൽ എന്നോട് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഭരണഘടനയുടെ മൗലിക അവകാശമൊക്കെ പറഞ്ഞാൽ ഭരണഘടനാ ബെഞ്ചിൽ വിടാൻ പറയും. അത് പിന്നെ ഈ കാര്യത്തിൽ നിന്ന് നടക്കത്തില്ല. അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഭരണഘടനാ ബെഞ്ചിലുള്ള 2 പേര് ഹൈക്കോടതി കൊണ്ടുവന്നിട്ട് അവർ കേസ് വാദിക്കാൻ പറയും. അപ്പോൾ അവർക്കും ചിലപ്പോൾ ഗവൺമെൻറ്റായിട്ടൊക്കെ വാദിച്ചു പോകും കേസ് കെട്ടുകൾ. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ട് പറയും. അപ്പോൾ ഞാനെന്താ ചെയ്തിരിക്കുന്നത്, എനിക്ക് മനസ്സിലായി, മെറിറ്റ് മാറിയെന്ന് മനസ്സിലായില്ലേ? മെറിറ്റ് മാറിയില്ലേ? നമ്മുടെ യോഗ്യത പോയി. സുപ്രീം കോടതിയിലെ ഭരണ ബെഞ്ചിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തി 2 പേരെ ഉൾപ്പെടുത്തി ചിലപ്പോൾ അവർക്ക് എക്സ്ട്രാ ചിലവ് ചിലപ്പോൾ ഒന്നും വരും. ഇനി അവർ വന്ന് ഈ വിഷയം പഠിച്ചിട്ട് ഇത് റൈറ്റ് ലൈഫിൽ വരുന്നതാണോ, മാന്യമായി ജീവിക്കാനുള്ള ഭരണഘടന അവകാശം നൽകുന്ന അവകാശത്തിൽ ഈ വിഷയം ഉൾപ്പെടുമോ എന്നുള്ളത് അവർ പഠിച്ചിട്ട് ചിലപ്പോൾ 3 കൊല്ലം കൊണ്ടിരിക്കുന്ന വിധി പ്രസ്താവിക്കണം. അപ്പോൾ കുറേ ആൾക്കാർ മരിച്ചു തീർന്നിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഈ കേസ് കൗണ്ടർ അഫിഡാവിറ്റ് കൊണ്ടുവന്ന് മാതാവിൻ്റെ ഈ ജെരോളെ വെച്ചിട്ട് പറഞ്ഞു, അമ്മേ ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടരുത്. അത് മെറിറ്റ് പോയില്ലേ എൻ്റെ കാര്യം, ഇത് മെറിറ്റായിട്ട് പോകരുത്. അമ്മ കോടതി വരണം. ഇപ്പോഴുള്ള ചീഫ് ജസ്റ്റിസിനെ കൊണ്ടും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് അതിൻ്റെ കൂടെ ഉള്ള ഷാജി പിച്ചാരി ജസ്റ്റിസിൻ്റെ കൂടെ വേറെ ജസ്റ്റിസ് ഉണ്ട്, ചീഫ് ജസ്റ്റിസ് മണിലാലാണ്. ഇവരെ കൊണ്ട് ഈ ഡിവിഷൻ ബെഞ്ചിനെ കൊണ്ട് തന്നെ തീരുമാനം എടുപ്പിക്കണമെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് എന്താണ്, മെറിറ്റ് പോയി, വിഷയം സങ്കീർണമാണ്, മെറിറ്റ് പോയി നമ്മളുടെ. പിന്നെ എന്ത് വർക്ക് ചെയ്യണം, എന്താണ്, ഗ്രേസേ വർക്ക് ചെയ്യത്തുള്ളൂ. ആ ഒരു ഒറ്റ സ്ഥിതിക്ക് നിങ്ങളൊന്ന് ചിന്തിക്കുക, വെർച്വലായിട്ടുള്ള വാദമാണ് നടക്കുന്നത്. വക്കീൽ എറണാകുളത്തിരിക്കുന്ന വക്കീലിൻ്റെ ഓഫീസിലിരിക്കുന്ന, കോടതിയിലിരിക്കുന്നു. അന്ന് കോവിഡാണ്, കഴിഞ്ഞ ഒക്ടോബറിലൊക്കെ കോവിഡല്ലേ, വാദമില്ലല്ലോ, ഫിസിക്കൽ വാദമില്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ജഡ്ജിയുമായിട്ട് വാദം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നെറ്റ് പോണത്. അപ്പോൾ നെറ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, അമ്മേ നെറ്റ് പോകരുത്, നെറ്റ് പോയി കഴിഞ്ഞാൽ ജഡ്ജിക്ക് എന്ന് പറഞ്ഞ സമയത്ത് ഒരു ദിവസം 28 കേസൊക്കെ ഉണ്ടാവും. അവർ വിളിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാം വിളിച്ചു വിട്ട് എല്ലാം ക്യാൻസലാക്കിക്കൊണ്ടിരിക്കുകയാണ്, തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വക്കീലിനെ പറഞ്ഞ് ഇത് തള്ളാൻ സാധ്യതയുണ്ട്, കാര്യം 13 പ്രയേഴ്സ് നമ്മൾ വെച്ചിരിക്കുന്നത്, തള്ളു എന്ന് പറയും. ഞാൻ തള്ളത്തില്ല, ഇത് അമ്മയല്ലേ വെച്ചിരിക്കണത്, എങ്ങനെ തള്ളാനാ? അപ്പം നിങ്ങളോട് ഞാനൊരു കാര്യം പറയുമ്പോൾ ഞാൻ കടന്നു പോകുന്ന വഴികളിലൂടെയാണ് പറയണത്, മനസ്സിലായില്ലേ? നിങ്ങളുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞത് തള്ളത്തില്ല. കാര്യം പൊതു താല്പര്യ ഹർജിയിൽ 2 പ്രയേഴ്സ് വെക്കാം നമുക്ക് മാക്സിമം. ഇത് 11 പ്രയേഴ്സാണ് വെച്ചിരിക്കുന്നത്. ഹോക്കി ദുരന്തത്തെ മരിച്ചുപോയ ആൾക്കാർ ഇന്നും സിമൻറ്റ് ഗോഡൗണിൽ താമസിക്കുന്നുണ്ട്. അവിടെ പുനരധിവാസം ഉൾപ്പെടെ എല്ലാ വിഷയവും ഇതിനകത്ത് വെച്ചിരിക്കുകയാണ്. 100 കൊല്ലമായിട്ട് 6 കിലോമീറ്റർ സ്ഥലത്തിൻ്റെ വീതിയിൽ, 1/2 കിലോമീറ്റർ സ്ഥലത്തിൻ്റെ വീതിയിൽ കൊച്ചി മുതൽ പുറക്കാട് വരെ ലക്ഷക്കണക്കിന് ഏക്കർ കടലിൽ പോയിട്ടുണ്ട് കൊച്ചി തുറമുഖം കാരണം. അതിൻ്റെ 100 കൊല്ലത്തെ കോമ്പൻസേഷനാണ് കേസിൻ്റെ വിഷയം. അത് സ്ഥാപിച്ചെടുക്കണ്ടേ? ഇറ്റ് ഇസ് വെരി സീരിയസ് തിങ്. ആ കിട്ടാവുന്ന രേഖകളെല്ലാം സംഘടിപ്പിച്ച് കോടതി ഇത്രയും പറഞ്ഞു, ഓൾ ഗ്രീവിയൻസ് മസ്റ്റ് ബി സെറ്റിൽഡ് പെർമനൻ്റ്ലി. എല്ലാ പരാതികളും പൂർണ്ണമായിട്ട് ശാശ്വതമായിട്ട് പരിഹരിക്കേണ്ടതാണെന്ന് ഒരു നോട്ട് കിട്ടി. അത്രയും നോട്ട് കിട്ടിയാൽ മതി. ഞാനിപ്പോൾ വിഴിഞ്ഞത്തേക്ക് വിഴിഞ്ഞ സമരഭൂമിയിൽ നിൽക്കുന്ന ചെയർമാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് നോട്ട് മുഴുവനും. കാര്യം ഓൾറെഡി ഇതിനെക്കുറിച്ച് വിധി ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോരാട്ടത്തിൻ്റെ സമയത്തേക്കും വിഷയം ഞാൻ എൻ്റെ സബ്ജക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, വിഷയം സങ്കീർണമാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പിന്നെ അത് ഈ യോഗ്യത വർക്ക് ചെയ്യത്തില്ല, മനസ്സിലായില്ലേ? അത് ഗ്രേസിലെ വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഗ്രേസിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്രേസ്ഫുള്ളായിട്ട് മാറണം. ദിസ് ഇസ് മൈ പോയിൻറ്റ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. അല്ല കേസും കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഒരു വിഷയം സങ്കീർണമാണെന്ന് വിചാരിച്ചോ. ഇപ്പം നമ്മൾ ഡാർലി റോയിയുടെ വിഷയം എന്താ? അത് സങ്കീർണമായൊരു വിഷയമാണ്. അവരുടെ വിഷയം എന്താണ്? അവരുടെ വിഷയം 100 കൊല്ലമായിട്ട് പാകോടമ്പടി ചെയ്യാത്ത 5 പുരയിടങ്ങൾ പോരെ, 5 വീട് 100 കൊല്ലമായിട്ട് പാകോടമ്പടി ചെയ്തിട്ടില്ല. അതായത് അപ്പൻ്റെ അപ്പാപ്പൻ്റെ കാലത്തുള്ള പുരയിടമാണ്, അപ്പൻ്റെ അപ്പാപ്പൻ്റെ കാലത്തുള്ള പുരയിടമാണ്. 5 വീട്ടുകാരവിടെ താമസിക്കുന്നുണ്ട്. പണ്ടത്തെ 7 രൂപ വാടക. ആ വാടക ഇപ്പോൾ അവർ കൊടുക്കണില്ല, മനസ്സിലായോ? അതായത് അപ്പൻ്റെ അപ്പാപ്പൻ്റെ പുരയിടമാണ്, അപ്പൂപ്പൻ്റെ പുരയിടമാണ്, അപ്പൻ്റെ അപ്പൂപ്പൻ്റെ പുരയിടമാണ്. ഇപ്പോൾ എത്ര തലമുറയായി? 10, 70, 75 തലമുറ കഴിഞ്ഞ്, 75 വർഷം കഴിഞ്ഞ്. ആ പുരയിടത്തിൽ 5 പേര് താമസിക്കുന്നുണ്ട്. ആ വീട് ആദ്യം കൊടുത്ത ആൾക്കാർക്ക് 7 രൂപ, അന്നത്തെ 7 രൂപ വാടക കൊടുത്തിരിക്കുകയാണ്. ആ വാടകക്കാർ വേറെ ആൾക്കാർക്ക് കൊടുത്തിരിക്കുകയാണ്. അവർ 7 രൂപയ്ക്ക് പകരം 7000 രൂപ മേടിക്കണുണ്ടാവും. 7 രൂപയ്ക്ക് വാടകയ്ക്ക് പകരം തിരിച്ച് വാടക വേറെ ചീട്ടെടുത്തിട്ട് 7000 രൂപ മേടിച്ചിട്ടാണ് കണ്ടവൻ്റെ പുരയിടം കൊണ്ട് അവർ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൈമാറിപ്പോയി. ഇനിയിപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഈ ഓരോ വീട്ടിലും ആദ്യം യഥാർത്ഥ അവകാശികൾ കയറി താമസാവകാശം മരിച്ചു പോയിട്ട് ബാക്കിയുള്ള ഉപാവകാശികളാണ് താമസിക്കുന്നത്. 12 പേരൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാ വീട്ടിലും. ഇവരുമായിട്ടുള്ള ഡിസ്കഷൻസ് എന്നൊക്കെ പറയണതേ
എൻ്റെ തന്നെ ഓരോ ഡിസ്കഷൻ കഴിയുമ്പോൾ പിന്നെയും ആഴം കൂടണം എന്നല്ലാതെ ഒന്നും നടക്കത്തില്ല. എന്നിട്ട് ഈ വിഷയം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഡാർലി ചിസ്സി വന്ന് ഉടമ്പടി ചെയ്യണത്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. അവർക്ക് ആ ഉടമ്പടിയുടെ എല്ലാവിധ കപ്പാസിറ്റി ഉള്ള ആളാണ്. അവരാ ഉടമ്പടി നമ്മൾ ദൈവത്തോട് ചെയ്യല്ലേ. വിഷയം സങ്കീർണമായി, ഇതാണ് സങ്കീർണം. അത് ഹെവി ഡ്യൂട്ടി എന്ന് ഞാൻ പറയത്തില്ലേ, ഉടമ്പടി ഹെവി ഡ്യൂട്ടി ചെയ്യുമെന്ന്. മനസ്സിലായില്ലേ? ഡ്യൂട്ടി മനസ്സിലായില്ലേ? അത് ഒരു സ്ഥലത്ത് 20 കൊല്ലം താമസിച്ച ആദ്യത്തെ വീട്ടുകാരെ തന്നെ ഇറക്കാൻ എന്ത് പാടാണ്. അപ്പോഴാണ് 100 കൊല്ലത്തെ ആൾക്കാർ വരുന്നത്. അത് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ദൈവം ഈ വിഷയം ഒരു 3 മാസം കൊണ്ട്, അല്ല 1 മാസം എന്നാണ് പറഞ്ഞു, 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് ഒരു വീട്ടുകാരൻ കുറേ ഡിസ്കഷൻ ചെയ്ത് കാര്യം ഇത്രയും വർഷത്തെ വേരല്ല കിടക്കണത്. ആ വീട്ടുകാരൻ ഉള്ളിൽ നിന്ന് അയാൾക്ക് തോന്നി, എന്താണ് ഇത് വിലക്കെടുത്ത പ്രശ്നങ്ങളെല്ലാം തീരുവല്ല എന്ന്. പണ്ടും തോന്നിക്കാണുവേ, പക്ഷേ ഇപ്പം തോന്നുമ്പോൾ ഒരു അഭിഷേകത്തോടെയാണ് തോന്നുന്നത്. മനസ്സിലായില്ലേ? അതായത് ഉടമ്പടി ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിലൊരു വീട്ടുകാരൻ ഈ തലമുറകൾ അത് അന്യാധീനപ്പെട്ടു പോയെന്ന് പറയത്തില്ല, വസ്തു അന്യാധീനപ്പെട്ടു പോയി. അന്യാധീനപ്പെട്ടു പോയ വസ്തു അത് കൈവശം വെച്ചിരിക്കുന്ന ആളിൻ്റെ ഉള്ളിലെ ഒരു തോന്നലേ. എന്താ തോന്നലേ? ഇത് വിലക്ക് ചോദിച്ചാൽ എന്താണെന്ന്. അത് വിലക്ക് ചോദിച്ച് ആദ്യം തന്നെ ആ വിഷയം സെറ്റാക്കും. സെറ്റായിട്ട് ഈ അവകാശികളുണ്ട് 6 പേര് വേറെ, യഥാർത്ഥ അവകാശികൾ. ആ അവകാശികൾക്ക് 6 പേർക്കും തുല്യമായിട്ട് ഇത് വിറ്റതിൻ്റെ പൈസ കിട്ടും. അങ്ങനെ 3 മാസത്തിനുള്ളിൽ 3 വീടുകളും അവർ സ്വന്തമായിട്ട് തന്നെ തീരുമാനിച്ചിട്ട് ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ട് വിലക്കെടുക്കുകയാണ്. അവർ വിലക്കെടുത്ത് വീടുകൾ. എന്നിട്ട് ആ പണമെല്ലാം ഈ 6 വീട്ടുകാർക്ക്, ഇപ്പോൾ ഉള്ള അവകാശികൾക്ക് എല്ലാം തുല്യ പങ്കാളിയുമായിട്ട് കൊടുക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ചേച്ചി പറയുന്നുണ്ട്, ലോകത്ത് ഉടമ്പടി അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ലെന്ന്. ഈ ഒരു കാര്യം അവർ എത്രയോ വർഷം, അവർക്ക് 10, 65, 70 വയസ്സുണ്ട്. അവർ കെട്ടിവന്ന കാലം മുതലുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഒരിടത്ത് എത്താൻ കിടക്കുന്ന കാര്യമാണ്. അന്ന് വരെ ഇത് അതൊക്കെ മുമ്പുള്ള പ്രശ്നമാണ്. ഇവർ കെട്ടിവന്ന കാലത്തിന് ശേഷം ഇത് ഒരിടത്ത് എത്തിയിട്ടില്ല. ആ വിഷയമാണ് ഇതിങ്ങനെ ഒരു പൂ നുള്ളണ പോലെ ഇങ്ങനെ എടുത്ത് എല്ലാ കോംപ്ലിക്കേഷൻ പരിഹരിക്കണത്. ചേന്നമംഗലത്തതാണ് സാക്ഷി കിടക്കുന്നു. നിങ്ങൾ നോക്കണത് ഞാനവിടെ എഴുതിയിട്ടുണ്ട്. ഭാഗോടമ്പടി ചെയ്യാതെ അപ്പം മരിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ. ഭാഗോടമ്പടി ചെയ്യാതെ അപ്പം മരിച്ച പ്രശ്നമൊന്നും അല്ല ഇത്. അതിനേക്കാൾ ഗംഭീരമാണ്. കാര്യം പണ്ട് ഒരു കേട്ടകേൾവി ഇല്ലാത്ത മനുഷ്യരുടെ മേൽ അന്യാധീനപ്പെട്ടു പോയ പുരയിടമാണ്. കടലിൽ ഒരു മുങ്ങി പോയ പുരയിടം പൊക്കിയെടുക്കാൻ പറ്റുന്ന പോലെയാണ് ഈ സംഭവം. പക്ഷേ അമ്മ കക്ഷിയാകുമ്പോൾ വിഷയം മാറും. ഇപ്പോൾ ഞാൻ നിങ്ങൾ ഓരോ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ശരിയാകുമോ, ഇത് ഒക്കുമോ എന്നൊക്കെ പറയാം. പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ വിഷയം അതിസങ്കീർണമാണോ, അത് മെറിറ്റ് കൊണ്ട് വർക്ക് ചെയ്യണതല്ല, യോഗ്യത കൊണ്ട് വർക്ക് ചെയ്യണതല്ല, പിന്നെ എന്തുകൊണ്ട് വർക്ക് ചെയ്യണതാണ്? നിങ്ങളുടെ ഗ്രേസ് കൊണ്ട് വർക്ക് ചെയ്യണതാണ്.